നിങ്ങൾ കേൾക്കണോ? പരിശുദ്ധമായ ഈ കാസർഗോഡ്, ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മഹാനായ താജുദ്ദീൻ പെരുമാൾ മദീനയിലേക്ക് പോയത് എന്തിനെന്നറിയോ? എന്തിനാ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കാൻ പോവാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. മഹാനായ താജുദ്ദീൻ പെരുമാൾ റളിയല്ലാഹു അൻഹു ഈ കേരളക്കരയിൽ നിന്ന് മദീനയിലേക്ക് പോയത് എന്തിനാ? സ്വഹാബാക്കൾ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബാക്കളോട് ചോദിച്ചു, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നു നിൽക്കുന്നത് ഞാൻ കാണാതെയായിട്ടുണ്ട്, എന്താണ് സംഭവമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർത്തുന്ന സമയത്ത് ആ സദസ്സിൽ ഹബീബിന്റെ കൂടെ ഉണ്ടായ മഹാനാണെന്ന് അസ്റാർ സിറിന്റെ രഹസ്യമറിയുന്ന ഔലിയാക്കൾ രേഖപ്പെടുത്തിയത് മഹാനായ നമ്മുടെ ത്വാഖ് ഉസ്താദ് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർത്തിയ സദസ്സിലുള്ള ആളായിരുന്നു. 1970-കളിൽ നിന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. ഉറൂസ് നടക്കുമ്പോ ഈജിപ്തിൽ നിന്നൊരു വലിയ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കിടക്കുന്നത് ഹാജനറിയൂലേ? പ്രബോധനം കൊണ്ട് അജ്മീർ ശൈഖ് 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 90 ലക്ഷം. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും നന്നായിട്ടുണ്ടോ? 90 ലക്ഷം ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖാജ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഒരു സമുദ്രമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിലെ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു തുള്ളി വെള്ളമാണ് ഖാജ. 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരനായ ഖാജ, അദ്ദേഹം മാലിക് ദിനാർ എന്ന് പറയുന്ന പ്രശാന്തമായി നീണ്ടു കിടക്കുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാണ്. അപ്പൊ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾക്ക് പൊതുവെ മുറ്റത്തെ മുല്ലേക്ക് പൊതുവെ മണ്ടാവാറില്ല. നമ്മൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. ഇവരുടെ കൂടെയാണ് നാളെ നമ്മൾ മഹ്ശറിൽ പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ എന്റെ തളങ്കര സ്വദേശികൾ ഈ വഅല് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് തെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, കുരുത്തക്കേട് പറ്റിപ്പോകും. ഈ മണ്ണ് മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മസാറുകളിൽ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അനുഗ്രഹീതമായ മണ്ണിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് പോലെ തിന്മ ചെയ്യുമ്പോൾ ശിക്ഷ കൂടുതലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന് തൊട്ടടുത്ത് ഇതിന്റെ ചുറ്റുഭാഗത്ത് കഞ്ചാവിന്റെയോ കള്ളിന്റെയോ മയക്കുമരുന്നിന്റെയോ ഹറാമിന്റെയോ പ്രവർത്തനങ്ങൾ നടത്തരുത്. അള്ളാഹു നമ്മെ കാക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം വായിക്കുകയാണ്, ചന്ദ്രന്റെ കഷ്ണമായി പിളർന്നിട്ടുണ്ട്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി തുറന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കണ്ടു. ഡാവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതൻ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ തുറന്നപ്പോൾ ആദ്യം വായിച്ചത് അന്ത്യനാൾ, ലോകാവസാനം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിരിക്കുന്നു. അദ്ദേഹം തുറന്ന മുസ്ഹഫ്, തുറന്ന ട്രാൻസ്ലേഷൻ അതുപോലെ പൂട്ടിവെച്ചിട്ട് പറഞ്ഞു, ഇതൊരു ബുഡലാണ്, ഇതൊരു കെട്ടുകഥയാണ്, ഇതിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടൂല, നിങ്ങൾ വിശ്വസിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പൂട്ടിവെച്ചതാണ്. പിന്നെ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ 1978 സ്പേസ് ജേർണിയെ കുറിച്ചിട്ടൊരു ചാനൽ ചർച്ച. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടിവിയുടെ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് 1978. അപ്പോ ജെയിംസ് ബുർക്കെ എന്ന് പറയുന്ന അവതാരകൻ നാസയുടെ ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകളോട് ചോദിക്കുന്നുണ്ട്, $100 മില്യൺ ഇന്ത്യൻ രൂപയല്ല, 100 ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തി ഈ അമേരിക്കയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഈ അമേരിക്കയ്ക്ക് എന്തുപകാരമാണ് ഉണ്ടായത്? വീടില്ലാതെ വസ്ത്രമില്ലാതെ പട്ടിണി പാവങ്ങളായ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ഉണ്ടാകുമ്പോ $100 മില്യൺ ചെലവഴിച്ച് നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തുപകാരമാണ് ഉണ്ടായത്? ഇത് ചോദിക്കുമ്പോഴാണ് ചന്ദ്രനിലേക്ക് കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. The moon have been split a long time ago. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് the moon had been split a long time ago and rejoined. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിട്ട് അത് വീണ്ടും കൂടി യോജിച്ചതാണ് എന്ന് നാസയുടെ ചന്ദ്രനിലേക്ക് കാലുകുത്തിയ ആളുകൾ ചാനലിൽ പറഞ്ഞപ്പോ ഇരുന്ന കസേരയിൽ നിന്ന് അദ്ദേഹം പറയാൻ, he jumped from the chair, തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഏത് കാരണത്താലാണോ മുസ്ഹഫ് കൂട്ടിവെച്ചത്, ഇത് വിടലാണ്, ഇത് നുണയാണ്, ഇത് കള്ളമാണ്, ഇതിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ മുസ്ഹഫ് കൂട്ടിവെച്ച ജയിന്റ് ബുർഖ ഡാവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതനായ സഹോദരൻ അതേ ഒരു കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എപ്പോ 1970-കളിൽ ഇത് 1400 വർഷം മുമ്പാണ് ചന്ദ്രന്റെ കഷ്ടമായി പുലർന്നത്. പക്ഷെ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഇന്നും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് മൂസ പിഡ്കോക്ക് എന്നാണ്. ഇതാണ് ഖുർആൻ. ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി. ഇതിന്റെ ആയത്തുകൾ പഠിക്കാനും ആഴത്തിലിറങ്ങാനുമാണ് ഞാൻ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നത്. ഒരായത്ത്, രണ്ടാമത്തെ ആയത്ത് കേൾക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ സീൽ വെച്ച് പൂട്ടിയിരിക്കുകയാണോ? എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആനിന്റെ ആയത്തുകൾ വെറുതെ ഓതിവിടാനുള്ളതല്ല, അത് ആലോചിക്കാനുള്ളതാണ്. വേറെ മൂന്നാമത്തെ ആയത്ത് കൂടി കേൾക്കണേ. അഫലം യദബ്ബറുൽ ഖൗൽ. ഈ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? നാലാമത്തെ ആയത്ത് കൂടി കേൾക്കണേ. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യ. ഈ പരിശുദ്ധമായ ഖുർആനിനെ അറബിയിൽ ഞാൻ ഇറക്കിയത് ലഅല്ലകും തഅഖിലൂൻ. ചിന്തിക്കാൻ വേണ്ടിയാണ്, ഓതിവിടാനല്ല, വെറുതെ ഓതിവിടാനല്ല, ചിന്തിക്കാൻ വേണ്ടിയാണ്. നിർബന്ധമായും അർത്ഥം ആലോചിക്കേണ്ട ചില ആയത്തുകളുണ്ട്, നിർബന്ധമാണ്. വൈലുൽ ലിമൻ ഖറഅ വലം യതഫക്കർ ഫീഹാ. ഇത് ഓതുന്ന ആളുകൾ ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ അവർക്ക് നാശമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ടോ? മനസ്സിലായോ? നമ്മൾ എത്ര ഖത്തം തീർത്തു? ശ്രദ്ധിക്കണം, നമ്മൾ എത്ര ഖത്തം, എത്ര ഖുർആനിന്റെ ആയത്തുകൾ ഓതി തീർത്തു. ഇത് ഓതി അർത്ഥം ആലോചിക്കാതെ ഓതി വിട്ടാൽ വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഇതിന്റെ അർത്ഥം ആലോചിക്കാത്ത ഓതി വിട്ടവന് നാശമാണ്, അവൻ ശപിച്ചിരിക്കുകയാണ് ഖുർആൻ. മനസ്സിലായോ? നിർബന്ധമായിട്ടും അർത്ഥം ആലോചിക്കേണ്ട ആയത്തുകൾ ഖുർആനിലുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ശപിക്കൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എത്രയെത്ര ഖുർആൻ ഓത്തുകാരാണ്, പക്ഷേ ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ചില ആയത്തുകൾ ഓതുമ്പോൾ അർത്ഥം ആലോചിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടെ രാത്രി ചെലവഴിക്കുമ്പോഴാണ് ആയിഷ ബിബിയുടെ സമ്മതത്തോടെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ നിസ്കരിച്ചു, ഒരുപാട് സമയം ദീർഘമായി. ഫാത്തിഹയിൽ ഖിയാമിൽ കിടന്ന് കരയാണ്, പിന്നെ റുകൂഇൽ കിടന്ന് കരയാൻ തുടങ്ങി, പിന്നെ സുജൂദിൽ കിടന്ന് കരയാൻ തുടങ്ങി. സമയം പോയതറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സുബ്ഹി ബാങ്ക് വിളിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നപ്പോഴാണ് ഹബീബിന്റെ കുപ്പായം നനഞ്ഞിരിക്കുന്നുണ്ട്, ഹബീബിന്റെ മുസല്ല നനഞ്ഞിരിക്കുന്നുണ്ട്, ഹബീബ് ഇരുന്ന സ്ഥലം നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ് ലിമ തബ്കീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനാണ് താങ്കൾ കരയുന്നത്? ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അങ്ങേക്ക് അല്ലാഹു പാപം തന്നിട്ടില്ലല്ലോ, അങ്ങേക്കൊരു ദോഷം പോലുമില്ലല്ലോ, അല്ലാഹു അങ്ങ് ബഹുമാനിച്ചിരിക്കുകയാണല്ലോ. പിന്നെ എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് നബിയെ ഇങ്ങനെ കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബിലാൽ തങ്ങൾ ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ബിലാലേ, ഞാൻ കരയാനുള്ള കാരണം വെറുതെയല്ല. ഇന്നലെ രാത്രി ഞാൻ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയപ്പോഴാണ് അല്ലാഹു തആല ഒരു ആയത്ത് ഇറക്കുന്നത്. ഒരു ആയത്തിറക്കി, ഈ ആയത്ത് ഓതി ഇതിന്റെ അർത്ഥം ആലോചിച്ചില്ലെങ്കിൽ അവന് നാശമുണ്ട്. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. സൂറത്തു ആലി ഇംറാനിലെ 191 ആയത്താണിത്. ഏതാണ് ആയത്ത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് واختلاف الليل والنهار
ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു സൃഷ്ടിച്ചില്ലേ? ആ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമുണ്ട്. പാടമില്ലേ? നമ്മുടെ കാണുന്ന ആ ഗേറ്റ് ഇത്ര ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആണ്. അതിന് 4 ഫില്ലർ ഉണ്ട്. നമ്മുടെ പള്ളി ഇത്ര ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളിക്ക് 100 കണക്കിന് തൂണുകളുണ്ട്. എന്നാൽ പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന ഈ ആകാശത്തിന് ഒരു തൂണ് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് പള്ളിയുടെ എഞ്ചിനീയർ അല്ല, ഇത് ഈ ഗേറ്റിന്റെ എഞ്ചിനീയർ അല്ല, ഇതിന്റെ എഞ്ചിനീയർ അല്ലാഹുവാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ, ഈ ഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിനൊരുപാട് ലായറുകളുണ്ട്. ഭൂമിക്കുമുണ്ട്, ആകാശത്തിനുമുണ്ട് ഒരുപാട് പാളികൾ, ഒരുപാട് വിഷയങ്ങളില്ലേ. ബയോളജി പഠിക്കുന്ന ആളുകളുണ്ട്, ജിയോഗ്രഫി പഠിക്കുന്ന ആളുകളുണ്ട്, സോണമി പഠിക്കുന്ന ആളുകളുണ്ട്, അസ്ട്രോണമി പഠിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോ വിഷയത്തിലും നിങ്ങൾ ഡെപ്തിലിറങ്ങുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാത്ത പഠനം വൃഥാവിലാണ്, നഷ്ടമാണ്. അല്ലാഹു പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയും പകലും മാറി വരുന്നതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയുണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ രാത്രിയായി, സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ പകലായി. ഇതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കിഴക്ക് നിന്നുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോ, കിഴക്ക് നിന്ന് ദിനേന ഉദിക്കുന്ന സൂര്യൻ ദിനേന പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോ, ഒരു നാൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീണ ഞാൻ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ മരിക്കേണ്ടവനാണ് എന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണപ്രകാരം അതിന്റെ മാർഗരയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ലാതെ, ഒരു വ്യതിയാനമില്ലാതെ. ആരാണ് ഇതിനെ ചലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇനി രാത്രി, അറബി മാസങ്ങളിൽ 1ാമത്തെ രാത്രിയാകുമ്പോൾ ചെറിയ ഒരു കലയായി ചന്ദ്രൻ വരുന്നുണ്ടല്ലോ, അല്ലെ? ചെറിയ 1ാമത്തെ രാത്രി ചെറിയ ഒരു കല, 2ാമത്തെ രാത്രിയാകുമ്പോൾ വലുതായി, 3-ന് വലുതായി, 14ആകുമ്പോ 14ആം രാവിന്റെ പൗർണമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള അമ്പിളിമാമൻ പൂർണ്ണമായ രൂപത്തിലെത്തി. 15ആകുമ്പോ ചെറുതായി, 20ആകുമ്പോ അസ്തമിച്ചു. ഇതിലെന്താ പാടുള്ളത്? ഇതിലെന്താ പാടുള്ളത്? ചെറിയ ഒരു കുഞ്ഞായി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ നമ്മൾ ചന്ദ്രനെ പോലെ വലുതായി 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 ഒരു 14 ദിവസമാകുമ്പോ യുവത്വമായി, ഒരു 40കാരനായി. പിന്നെ ആർക്കൊക്കെയാണോ ഞാൻ വയസ്സ് നൽകുന്നത് അവന് ഞാൻ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടികളെ പോലെ അതേപോലെ മടക്കുകയാണ്. പിന്നെ വടി പിടിക്കാതെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ കക്കൂസിൽ പോകാൻ ഒരാൾ വേണം, ഭക്ഷണം വായിലേക്ക് തരാൻ ഒരാൾ വേണം, നടക്കാൻ ഒരാൾ വേണം. എന്താ? 40 വയസ്സ് വരെ ആരോഗ്യമുണ്ടായിരുന്ന ഒരാൾ 40 വയസ്സിന് ശേഷം കുട്ടിയെ പോലെ അല്ലാഹു മടക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണിത്. ഞാനും ഉമ്മയുടെ ചെറിയ വയറ്റിൽ നിന്ന് കുഞ്ഞായി വളർന്നിട്ട് ഈ ഒരു രൂപത്തിലെത്തി. ഞാനും അതുപോലെ മരിക്കേണ്ടവനാണല്ലോ. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഇത് ആലോചിക്കുന്ന ആളുകൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണം. നിന്ന് നിസ്കരിക്കുമ്പോ ഖുഊദാ, ഇരുന്നിട്ടും ഓർക്കണം, വഅലാ ജുനൂബിഹിം, കിടന്നിട്ടും ഓർക്കണം, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. എന്റെ പെണ്ണുങ്ങളെ, ഡോക്ടർഷിപ്പിന് വേണ്ടി പഠിക്കുന്നവർ, ഡോക്ടറാവാൻ പഠിക്കുന്നവർ, ദന്ത ഡോക്ടർമാരുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ ഓരോ വിഷയങ്ങൾ പഠിക്കുന്ന രക്തക്കട്ടയെക്കുറിച്ച്, മാംസപിണ്ഡത്തെക്കുറിച്ച്, ഫീറ്റസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ ഇത് വ്യക്തമായി പറഞ്ഞു തന്ന അല്ലാഹുവിനെ മനസ്സിലാക്കാറുണ്ടോ? എന്നിട്ട് ഇത് പഠിക്കുമ്പോൾ പെണ്ണേ നീ പറയേണ്ടത്, ഇത് പഠിക്കുമ്പോൾ എന്റെ സഹോദര നീ പറയേണ്ടത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ആകാശങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ നമ്മുടെ ഭ്രൂണങ്ങളെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല, വയറ്റിലുമ്മയുടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, എക്സുകളെയും വൈകളെയും ക്രോമസോമുകളെയും വെറുതെ സൃഷ്ടിച്ചതല്ല. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പറയണം സഹോദര, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാഹ്, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് എന്റെ നരകത്തിൽ നിന്ന് കാക്കേണമേ അല്ലാഹ്. ഈ ആയത്ത് ഓതുമ്പോൾ അർത്ഥമാലോചിക്കുന്ന
ആളുകൾ, വൈലുൽ ലിമൻ ഖറഅഹാ, ഇത് ഓതുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വീട്ടിലിരുന്നാൽ ഇത് കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വിശാലമായി മുണ്ട് കിടക്കുന്ന ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു മഹല്ലിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ, ഇങ്ങനെ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോ അതിലേക്ക് വരാനും പഠിക്കാനും മനസ്സിലാക്കാനും സമയവും സാഹചര്യവും ഉണ്ടായിട്ട് തിരക്കില്ലാതിരുന്നിട്ട് പോലും പഠിക്കാൻ തയ്യാറാവാതെ മാറി നിന്ന ആളുകൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ കോടതിയിൽ എക്സ്ക്യൂസ് പറയാ? അല്ലാഹുവേ, എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഖുർആനിന്റെ ക്ലാസുകൾ ഉണ്ടാകുമ്പോ, ഖുർആനുമായി ബന്ധപ്പെട്ട പഠന ക്ലാസുകൾ നടക്കുമ്പോ ഒരു ക്ലാസ് പോലും ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, മുത്തു റസൂൽ പറഞ്ഞില്ലേ, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ചെറുപ്പക്കാരാ, ഈ ഹൃദയം തുരുമ്പ് പിടിക്കാനുണ്ട്, ഈ ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിക്കാനുണ്ട്. ഇരുമ്പുകൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ എപ്പോഴാണ് ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത്? ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ വെക്കുമ്പോഴല്ലേ ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത്. എങ്ങനെയാണ് ആ തുരുമ്പിനെ വൃത്തിയാക്കുക? ഒരു മെറ്റൽ പേപ്പർ കൊണ്ടുവന്ന് ഇരുമ്പുകളെ വൃത്തിയാക്കുന്നത് പോലെ ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിച്ചാൽ ആ ഹൃദയത്തെ എങ്ങനെയാണ് നബിയെ വൃത്തിയാക്കുക? എങ്ങനെയാണ് നബിയെ അതിനെ നന്നാക്കുക? എങ്ങനെയാണ് നബിയെ അതിനെ വൃത്തിയാക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും, അവിടെ തുരുമ്പ് പിടിക്കൂല, അവിടെ ഹൃദയം കറുത്തു പോകൂല. ഇത് ഹബീബിന്റെ വചനമല്ലേ? ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച വിഷയമല്ലേ? ആ ഹബീബല്ലേ പറഞ്ഞത്, തുഅറബുൽ ഫിതനുൽ ഖുലൂബ് കൽ ഹസീരി ഊദൻ ഊദാ. ഓ നിങ്ങളോ ചെറുപ്പക്കാരാ, നമ്മുടെ പായയുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നിയായി അട്ടിയായി വെക്കുന്നത് പോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊരു ഫിത്ന, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഫിത്നകളും പരീക്ഷണങ്ങളും കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. വീട്ടിലേക്ക് കയറിയാലും കാണുന്നത് ഹറാമ്, വീട്ടിൽ നിന്നിറങ്ങിയാലും കാണുന്നത് ഹറാമ്, ആംബസിൽ പോയാലും ഹറാമ്, ഹോസ്റ്റലിൽ പോയാലും ഹറാമ്, ബാലിന്റെ സദസ്സിലേക്ക് വന്നാലും ഹറാമ്. ഇങ്ങനെ ഹറാമല്ലാതെ കാണാനില്ല, ഹറാമല്ലാതെ കേൾക്കാനില്ല, ഹറാമല്ലാതെ ജീവിതത്തിൽ ചെയ്യാനുള്ള അവസരം പോലുമില്ലാതെ ഇത്രത്തോളം ഫിത്നയും പരീക്ഷണവും ഹറാമിന്റെ മുന്നിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഈ സിനിമകളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ, IPL മാമാങ്കം വർഷങ്ങളിൽ മാസങ്ങളോളം കൊണ്ട് കിടക്കുമ്പോ അതിനോട് നിങ്ങൾക്കൊരു മൃദു സമീപനം എന്നാൽ, കളിക്കാർക്ക് വേണ്ടി ഫ്ലക്സ് വെക്കാൻ തുടങ്ങിയാൽ, ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ അവരുടെ പേരിൽ പതാകകൾ ഉയർത്താൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ സംവാദം നടത്താൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ക്ലബ്ബുകളിൽ നിന്നിട്ട് തർക്കിക്കാൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല കറുത്ത പുള്ളിയിട്ട് തരുമെന്ന് മാത്രമല്ല, ഈ സംസാരവും കളിക്കാരോടുള്ള ആവേശം, സിനിമയോടുള്ള ഭ്രമം കാരണം നിങ്ങളുടെ ഈ ഹൃദയം കറുത്തു പോകും. ചെറുപ്പക്കാരാ, ഇത് കറുത്തു പോയാ പിന്നെ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. പിന്നെ എത്ര വാല് പറഞ്ഞാലും നന്നാവൂല. അപ്പോഴാണ് ഒരു കുട്ടി ചോദിക്കുന്നത്, ഉസ്താദേ, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്താ പ്രശ്നം? അതിലിപ്പോ എന്താ ഒരു ബോയ് ഫ്രണ്ടും ഒരു ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്താ കുഴപ്പം? ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇത് എങ്ങനെ ചോദിച്ചു? ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫാ, നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. ചില ആളുകൾ ചോദിക്കുകയാണ്, പെണ്ണിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ എന്താണ് തെറ്റ്? എന്ത് തെറ്റാണ് ഒരു പെണ്ണിന്റെ കൂടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോ? ചില ആളുകൾ ചോദിക്കുന്നത്, സ്ത്രീകൾ മുസാഫഹത്ത് ചെയ്താൽ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ എന്ത് തെറ്റാണുള്ളത്? ഇത് ചോദിക്കും ചെറുപ്പക്കാരാ. ഇത് ചോദിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങിയതാണ്. ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മ ഏത് എന്ന് തിരിച്ചറിയൂല, തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. എല്ലാം അയാൾക്ക് ശരിയാണ്, എല്ലാം അയാൾക്ക് ഹലാലാണ്, എല്ലാം അയാൾക്ക് പ്രശ്നമില്ല. ഇത് വന്നത് ഇവിടെ കറുത്തത് കൊണ്ടാണ്. ആ കറുഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ലോകത്തിന്റെ മുത്ത് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഖുർആൻ ഓതണം, എങ്കിൽ ഇത് ശുദ്ധീകരിക്കാം. അല്ലാഹു തൗഫീഖ്